പലരും പറയുന്നത് ജഡേജയെ പോലെ ഒരു ഓൾറൗണ്ടറെ കൊടുത്ത് സഞ്ജുവിനെ വാങ്ങുന്നത് മണ്ടത്തരം ആണെന്നൊക്കെയാണ്. സത്യത്തിൽ ജഡേജ ആ പഴയ മികവിന്റെ നിഴലിൽ മാത്രമാണുള്ളത്. കഴിഞ്ഞ സീസണിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ക്യാപ്റ്റൻസി കൊടുത്തപ്പോഴും പരാജയമായിരുന്നു. അയാളുടെ പ്രധാന ആയുധമായിരുന്ന ഫ്ലാറ്റ് ഡെലിവറികളും ആംബോളുകളുമെല്ലാം ഇപ്പോൾ എറിയാൻ കഴിയുന്നില്ല. കൂടാതെ പ്രായവും ഒരു ഘടകമാണ്. എന്നാൽ സഞ്ജുവിലേക്ക് വന്നാൽ കൺസിസ്റ്റൻസി, പേസർമാർക്കെതിരെയുള്ള വിറയൽ, ഇങ്ങനെ പല വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മുകളിൽ നിൽക്കുന്നത് അയാളുടെ ഫാൻ ബേസ് തന്നെയാണ്. ഒരു ട്രെയിനിന്റെ എഞ്ചിൻ നീങ്ങുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ ബോഗികളെയും വലിച്ചു കൊണ്ടുപോകുന്ന പോലെ വലിയൊരാൾക്കൂട്ടത്തെയും കൊണ്ടാണ് അയാൾ വരുന്നത്. ഇന്ത്യൻ ടീമിലെ മറ്റൊരു പ്ലെയർക്കുമില്ലാത്ത ഒരു സവിശേഷതയാണത്. ധോണി ഇത്തവണ കളിക്കാരനായി ടീമിൽ ഉണ്ടാകുമോ എന്നുറപ്പില്ല. കളിച്ചില്ലെങ്കിൽ തന്നെ ധോണിയുടെ ലാസ്റ്റ് സീസൺ ആകും ഇത്. CSK സംബന്ധിച്ച് സഞ്ജുവേക്കാൾ മികച്ചൊരു ഓപ്ഷൻ വേറെയില്ല. ഗില്ലിനെ പോസ്റ്റർ ബോയ് ആക്കാൻ വേണ്ടി BCCI കളിച്ച അൽക്കുൽത്തുകൾ മൂലം സ്ഥാനം നഷ്ടപ്പെട്ടു പോയ സഞ്ജു, ജയ്സ്വാൾ, റിങ്കു തിലക് അടക്കമുള്ളവരുടെ റിയാക്ഷൻ. CSK ഗുജറാത്ത് പോരാട്ടം വരുമ്പോൾ അത് ഗില്ല് സഞ്ജു പോരാട്ടമായി മാറുന്ന കാഴ്ചകൾ. അതിലെല്ലാം ഉപരി ധോണി, സഞ്ജു എന്നീ രണ്ടു പേർ ഒരു ടീമിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രൗഡ് സപ്പോർട്ട്. ഇതെല്ലാം കൊണ്ട് ഇത്തവണത്തെ IPL ഒരു സിനിമാറ്റിക് മൂഡായിരിക്കും. മറ്റൊരു കാര്യം, സഞ്ജു രാജസ്ഥാൻ വിട്ടു എന്ന ഒഫീഷ്യൽ ന്യൂസ് വന്നാൽ അവരുടെ സോഷ്യൽ മീഡിയ മരണ വീട് പോലെയാകും. പിന്നെ ആ ടീം GT പോലെ ഫാൻ ബേസ് ഇല്ലാത്ത നോർമൽ ടീമായി മാറും.